DNA-യുടെ the hero and the heroine. അഷ്കറിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നു. ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ DNA ആയ ഒരാളാണ് DNA എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത്. മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കർ സൗദാർ. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു. കാരണം മമ്മൂക്കയുടെ അതേ ലുക്കുള്ള, മമ്മൂക്കയുടെ മാനറിസം ഉള്ള, മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ശബ്ദത്തിനുടമ ആര്? കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ തിരയായിരുന്നു. ആ ഉത്തരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്ലീസ് 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 ബി ഓൺ ദ സെന്റർ പ്ലീസ്, രണ്ടുപേരും. സോ ഞാൻ കൈമാറട്ടെ, മൈക്ക് കൈമാറുന്നു. അഷ്കർ, വാട്ട് യു ഹാവ് ടു സേ? നമസ്കാരം. വലിയൊരു ക്രൗഡാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. ഇത് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. കാരണം കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളുണ്ട്. എൻ്റെ KV അബ്ദുൽ നാസർ ബോസ്, ബെൻസി പ്രൊഡക്ഷൻസ്. ആ ഒരു മനുഷ്യനാണ് അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം, നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം. അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു DNA ഈ ഒരു ഇത്ര വലിയ ലുലു മാളിൽ ഇത്രയും പ്രേക്ഷകരല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യൻ കൊണ്ട് മാത്രമാണ്. ഞാൻ അതെൻ്റെ ഒരു സങ്കടമാണ്, എൻ്റെ ഒരു ഭയങ്കര ഒരു സെൻറ്റിമെൻസ് ആണ്. കാരണം ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ അഷ്കർ സൗദാൻ ഇല്ല. കാരണം DNA എന്ന് പറയുന്ന പടം അത്രത്തോളം സെൻറ്റിമെൻസ് ഉള്ള സിനിമയാണ്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ്. കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് T.S. സുരേഷ് ബാബു സാറ് എന്നെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ AK സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു. രവിചന്ദ്രൻ സാറ് അതിൻ്റെ രവിചന്ദ്രൻ സാറ് ക്യാമറമാനെ വന്നു. ഇത്ര വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ്, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച്. കാരണം ഞാൻ ലുലുമാളിൽ കൂടി ഇങ്ങനെ നടന്നിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇത്ര ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട്. വേറൊന്നുമില്ല, അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം 3-4 വർഷമായി ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പുറകെ നടക്കുന്നത്. ഞാൻ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ആകുന്ന ഒരാളാണ്, വേറൊന്നും വിചാരിക്കുന്നത്. കാരണം ബെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി സാറെ ഏറ്റെടുത്ത പോലെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3-4 പ്രോജക്റ്റ് ബെൻസി പ്രൊഡക്ഷൻ്റെ ഇതിലുണ്ട്. സാറ് വരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നതിലും, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ചും ഓഡിയോ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വളരെ സന്തോഷം. ഒരുപാട് വലിയ ആൾക്കാർ വന്നു. എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ട ഒരുപാട് വലിയ വ്യക്തികൾ വരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ലോഞ്ച് കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. എൻ്റെ എന്താ പറയുക, സന്തോഷം അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന നായികയുടെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സന്തോഷം, ചെറിയതല്ല, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഇന്നിവിടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യാണ്. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യാണ്. ഇനി ഹന്ന 2 വാക്ക് DNA പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സോ ജസ്റ്റ് 1 minute ഓഫ് ടൈം. താങ്ക് യു മീര. സോ ഇവിടെ ലുലു മോളിൽ ബേസിക്കലി കൊച്ചിക്കാരിയാണ്, ലുലുവിൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ DNA എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചിന് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം. ബിഗ് താങ്ക്സ് ടു ദ എൻറ്റയർ ടീം. താങ്കിങ് പറയുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ദ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എവറി സിംഗിൾ പേഴ്സൺ, റൈറ്റർ, DOP, എവറി വൺ. പറയാനാണെങ്കിൽ 1 മിനിറ്റ് പോരാ. So thanking everyone from the bottom of my heart, to my co-star, to Lakshmi Roy, to every single person who has acted with me. Thank you for supporting. നിങ്ങളെല്ലാവരും, എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, ബക്രീദിന് 14-ാം തീയതി റിലീസാവുകയാണ് DNA. നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി. ലൈക്ക് ദാറ്റ് ബി എ ബിഗ് തിങ്. തിയേറ്ററിൽ പോവുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ദാറ്റ്സ് ഓൾ വി വാണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈ നൽകിക്കൊണ്ട് തന്നെ 2 പേരെയും സീറ്റിലേക്ക് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് വലിയ സന്തോഷത്തോടെ ആദ്യം തന്നെ
ഗോകുലം ഗോപാലൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുരേഷ് ബാബു 24 വയസ്സിൽ ഈ സിനിമാ വ്യവസായത്തിൽ ആരംഭിച്ച ആളാണ്. അന്ന് മുതൽക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ പരിചയമാണ്. ഇപ്പോൾ 40 വർഷമായി അദ്ദേഹത്തിൻ്റെ സിനിമാ വ്യവസായം ഒരു നല്ല ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹം DNA എന്നൊരു പടം നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ സെഞ്ചുറിയാണ് ഇതിൽ പ്രൊഡക്ഷനാണ് വിതരണം ചെയ്യുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചവർ റായ് ലക്ഷ്മി, അസ്കർ സയ്യദ, ബാബു ആൻ്റണി, ഇടവേള വേലു, ഇടവേള ബാബു, കോട്ടയം നസീർ, രാജാ സാഹിബ്, അന്ന, പിന്നെ ബെൻസി പ്രൊഡക്ട്സ്, KV അബ്ദുൽ നാസറാണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സിനിമ നിർമ്മാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം അത് വിജയിക്കോ ഇല്ലയോ എന്നല്ല അറിയാതെ വളരെ നല്ല സാഹസത്തിൽ വലിയ അധ്വാനം ചെയ്തിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. അത് ഇദ്ദേഹത്തെ പോലെ സുരേഷ് ബാബുവിനെ പോലത്തെ ഒരു നല്ല ഡയറക്ടർ, അതായത് വളരെ കാലം പരിചയമുള്ള ഡയറക്ടറെ വെച്ച് ചെയ്യുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ജനങ്ങൾ അത് എങ്ങനെ സ്വീകരിക്കും എന്ന് നമുക്ക് ഒന്നും അറിയുന്നില്ല. എന്നാലും ഒരു നല്ല സിനിമ, DNA എന്നൊരു നല്ല സിനിമ വളരെ കാലത്തെ പ്രതീക്ഷയോടുകൂടി സുരേഷ് ഗോപി ഉണ്ടാക്കിയതാണ്. വളരെ നല്ല ഡയറക്ടറാണ്, വളരെ സൗമ്യനായ ആളാണ്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ നല്ല രീതിയിൽ വരും എന്നൊരു പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച മാതിരി എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് ചില സിനിമകൾ മാത്രമേ എല്ലാവരും പ്രോത്സാഹിപ്പിക്കൂ. എല്ലാവരും നല്ല കാര്യങ്ങൾ, നല്ല സന്ദേശങ്ങളുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം എത്രയോ വലിയ ആളുകൾ, എത്രയോ അനേകം ജനങ്ങളെ ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് സിനിമയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് സിനിമ വിജയിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും സിനിമ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ ഈ സിനിമ പ്രത്യേകിച്ചും സുരേഷ് ബാബു നിർമ്മിക്കുന്ന, സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന പടത്തിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഭവിക്കട്ടെ, നല്ല രീതിയിൽ ഓടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എന്തുമാത്രം കാര്യങ്ങളാണ്, എക്സൈറ്റ്മെന്റ് ആണ് സാറിന് ഈ ഒരു നിമിഷത്തിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഇഷ്ടപ്പെടുന്ന ഉപകാരമുള്ള എല്ലാവരും ഇവിടെ വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഈ പടം ചെയ്യുന്നത്. ഇതിനകത്തൊരു ആദ്യം ഇതിൻ്റെ താങ്ക്സ് പറഞ്ഞതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാതെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റാണ്. പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് AK സന്തോഷിൻ്റെ കിട്ടി, നല്ലൊരു ടെക്നീഷ്യൻസ് ഫുൾ ബാച്ച് കിട്ടി, കംപ്ലീറ്റ് ക്യാമറമാൻ, നല്ല ക്യാമറമാൻ, പിന്നെ എല്ലാവരും സഹകരിക്കുന്ന നമ്മൾ ഒത്തിരി എല്ലാവരും പല നമ്മുടെ റോയൽ ലക്ഷ്മി മേഡം ഒക്കെ കണ്ടമാനം ബുദ്ധിമുട്ടി, കണ്ടമാനം ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു. 4 ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഏതാണ്ട് ഒരു 8 ഫൈറ്റ്, പിന്നെ 8 സീക്വൻസ്, അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആയിരുന്നു. ഇനി ഈ പടം എല്ലാവരും കാണണം, കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ പടം ഒരു സക്സസ് ആയി തന്നെ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ?
I feel so privileged and blessed to be here. After 3 years, I'm part of this wonderful film, DNA. And thank you all for the love and support as always. I'm looking forward to this film, excited. And it's lovely to see you all here. And 14 June, DNA is releasing, and I hope you all give your support and love as always, and I'm looking forward to it. Thank you. എനിക്ക് തോന്നുന്നു റോയ് മാമിനെ കണ്ടതിലൊരു സന്തോഷമാണ്. Can you just give something more to our Malayali crowd, because there's been a lot of people who have been waiting to see you in real. What do you have to say, ma'am, to them? Like I said, I've always had so much love from all the Malayali fans, all the Kerala fans. I always feel like I'm back home, and it's truly a different feeling. So I love them all, and thank you for this constant support and the love that you guys show me. Thank you. Thank you so much. മാമിൻ്റെ ഒരു ചെറിയ ഡാൻസ് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഷോ ഞങ്ങളൊന്ന് ചെറുതായിട്ട് മാമിനെ മൂവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇപ്പം എന്തായാലും മാം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഹന്ന. കാരണം ഹന്ന, വൺ മോർ ടൈം, കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. ടി.എസ്. സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ദ ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകനുമായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് യു ഹാവ് ടു സേ ഡാർലിംഗ്? ടി.എസ്. സുരേഷ് ബാബു സാർ, പിന്നെ പേര് നമുക്കറിയാം എല്ലാവർക്കും, ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ഹി ഹാസ് ഗിവൻ നമ്മുടെ മലയാളത്തിൽ. മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു ഭാഗമാകാൻ കഴിയുക, ദാറ്റ് ഈസ് എ ബിഗ് ബ്ലെസ്സിങ്. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. നമുക്ക് ദൈവത്തോട് നന്ദി തോന്നുള്ളൂ. ഒരു നന്ദി തോന്നുന്നൊരു നിമിഷമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, ഇവരോടൊപ്പം എല്ലാവരോടൊപ്പം നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിനുമൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു. കൂടുതൽ വാക്കുകളൊന്നുമില്ല, ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ 14-ാം തീയതി ആവാൻ, അതുകൊണ്ട് റിലീസാണ്. അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും, എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും, എന്താവും എന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ. എവറി മൂവി റിലീസാകുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ക്രൂ വിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൺഫ്യൂഷനിലുമാണ് നിൽക്കുന്നത്. സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും 14-ാം തീയതി തിയേറ്ററിൽ പോയി കാണുക. ഇത് മാത്രമേ എനിക്ക് എൻ്റെ വായിന്ന് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്, അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാക്കുള സുധീരേട്ടൻ. ഞങ്ങളുടെ സ്വന്തം സുധീരേട്ട, എന്താണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സുരേഷ് ബാബു സാറിനാണ്. അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം തന്നു. പിന്നെ സന്തോഷമായിട്ട് അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രത്തെ ഓടി പിടിപ്പിച്ച് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഡീനയുടെ പ്രൊഡ്യൂസർ, നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൽ നാസറിക്കയുടെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വാങ്ങിക്കുന്നത്. അദ്ദേഹം പോലും അറിഞ്ഞാണല്ല ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. പക്ഷേ ഒരുപാട് നന്ദി ബോസിന്. ഈ അവസരത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു പുള്ളി. അദ്ദേഹം മരിച്ചുപോയി. ബോസിൻ്റെ ബ്രദറാണ്, ബാബുക്ക എന്ന് പറയും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ അവസരത്തെ ഓർക്കുകയാണ്. ഈ സിനിമ ഒരുപാട് ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗോകുലകുമാര സാറൊക്കെ ഇവിടെ ഉണ്ട്. ഗോപാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത പടത്തിൽ ഒരു വേഷം തരണമെന്ന് പറയുകയാണ്. പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ്. അപ്പം ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല, ആ സുധീറിനെ വയ്ക്കാൻ പറയും. ഒത്തിരി സന്തോഷം. ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ. സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ, കാരണം കോട്ടയം ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ കണ്ട സിനിമ, അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു പാറ്റേണുള്ള സിനിമയല്ല ഇതൊരിക്കലും. സുരേഷ് ബാബു സാറിൻ്റെ പടമല്ല ഇത്. കണ്ടു നോക്കിയാൽ ഞെട്ടിക്കും. രവിചന്ദ്രൻ്റെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട്. ഗംഭീരമാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.
രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടി ഞങ്ങൾ ഒന്ന് വിളിക്കുകയാണ്. കവിത ആൻഡ് ജാസ്മിൻ, അവരുടെ ഒരു സാന്നിധ്യം കൂടി ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ സ്റ്റേജിൽ ആഗ്രഹിക്കുന്നു. ഇനി ഒരു അല്പം ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഐ എം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഞങ്ങളുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് രാജാ സാഹിബ്. ഇതിൽ വലിയ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമയെ പറ്റി 2 വാക്ക് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, നമസ്തേ, അസ്സലാമു അലൈക്കും. വളരെ യാദൃശ്യമായിട്ട് ഇവിടെ ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല. വർഷങ്ങളായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് ടി.എസ്. സുരേഷ് ബാബു ചേട്ടൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കടമറ്റത്ത് കത്തനാർ എന്ന സിനിമ ഇപ്പോൾ വരുന്നുണ്ട്. കത്തനാർ എന്ന സീരിയൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അതിനകത്ത് കത്തനാരുടെ കൂടെ കപ്പ്യാരായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിൽ കുഞ്ഞൗസേപ്പ് എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടികളിലും പോകുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒക്കെയുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എന്നെയും കൂടി വിളിച്ച് ഒരു ചെറിയ ഭാഗവത്താക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല, ലുലുമോൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാട് പോലെയാണ്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് സിനിമയുടെ പ്രൊമോഷൻ നടക്കാറുണ്ട്. നടക്കുമ്പോഴൊക്കെ ഞാനതിലെ പാസ് ചെയ്ത് പോകാറുണ്ട്. കാര്യം അതിനകത്ത് പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ വിളിക്കുമ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ തോന്നിയിട്ടില്ല. ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ ഈ ലുലുമോളിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, ഒരു സിനിമ പ്രൊമോഷണൽ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഞാൻ ഭാഗമാകാൻ കാരണമായതും ബാബുചേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഒരുപാട് ടെക്നീഷ്യൻസും എല്ലാവരും ഗംഭീരമായിട്ട് ബാബുചേട്ടൻ ഇപ്പോഴത്തെ ജനറേഷനോടൊപ്പം തന്നെ കടപിടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വീണ്ടും വലിയൊരു ഉദ്യമമായിട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവരും നിങ്ങളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരുടെ എല്ലാവരോടും പറയുക, ഈ സിനിമ കാണുക. കണ്ട് ഗംഭീരമായൊരു സിനിമയാണ്. അതിൻ്റെ വിജയം നമുക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ കൊണ്ട് അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും DNA-ക്ക് എല്ലാവിധ വിജയഭാവങ്ങളും നേരുകയാണ്. വേറെ എന്തെങ്കിലും വേണോ? ഒരു 1 minute. ഇനി നമ്മൾ മിമിക്രി എന്തെങ്കിലും കാണിക്കണോ? എൻ്റെ അരി അപ്പം നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കാരണം ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. സന്തോഷയുടെ ഒരു വാക്കുകളോട് കേട്ടതിന് ശേഷം ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി നിങ്ങൾ മാറുന്നതായിരിക്കും. വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് അറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ നായകൻ നായിക എന്ന് പറയുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ബീങ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ, വാട്ട് യു ഹാവ് ടു സേ സർ? സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ഞാനൊരു അവകാശവാദത്തിനും എതിരുന്നില്ല. നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന ചോദ്യത്തിന് സർവേശ്വരനോടും ഈ ചിത്രം ഇതുപോലെ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തമാക്കിയ അതിൻ്റെ നിർമ്മാതാവ് KV അബ്ദുൽ മാത്രമാണ്. ഈ ചിത്രത്തിനോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്ര 14-ാം തീയതി അവസാനിക്കുന്നു. നിങ്ങളിലേക്ക് തരികയാണ് ചിത്രം. നിങ്ങളാണ് ഈ ചിത്രം ഏറ്റെടുക്കേണ്ടത്. ഇതിൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാവും, നിർമ്മാതാവിന് സന്തോഷമാവും, മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനവുമാകും. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് എന്ത് പറഞ്ഞാലും, എന്ത് അവകാശവാദങ്ങൾ നിർത്തിയാലും കാണികളായ നിങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ ചിത്രം എങ്ങനെ സ്വീകരിക്കണം. അതുകൊണ്ടൊരു പ്രാർത്ഥന, നിങ്ങൾ ഈ ചിത്രം തിയേറ്ററുകളിൽ കാണുക, വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനി ഗോകുലം ഗോപാലൻ സാറിനെ ഞങ്ങളൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞായിരിക്കും ഞങ്ങളുടെ ഇവൻറ്റ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പം തന്നെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ബാക്കിയുള്ള ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ഈ വിളിക്കുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് എത്തിയാൽ ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ ഫിലിം എഡിറ്റർ ജോൺ കുട്ടി, ഞങ്ങളുടെ പശ്ചാത്തല സംഗീതം പ്രകാശ് അലക്സ്, സൗണ്ട് എഫക്ട്സ് ബൈ രാജേഷ് PM, പ്രൊഡക്ഷൻ ഇൻചാർജ് റിനി അനിൽകുമാർ, പ്രൊഡക്ഷൻ കൺട്രോളർ Anish, Chief Associate Director Anil Medayil, scriptwriter AK Santosh is already on stage. എല്ലാവർക്കും നമസ്കാരം. ഒരു
13 ഇയേഴ്സ് ബാക്കാണ് സുരേഷ് ബാബു സാറിൻ്റെ സിനിമയിൽ വീണ്ടും അഭിനയിക്കുന്നത്. ഫസ്റ്റ് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം തന്നെയാണ് ഹീറോയിനായിട്ട് എന്നെ ലോഞ്ച് ചെയ്യുന്നത്, സുരേഷിൻ്റെ ഹീറോയിനായിട്ട്. അതിനുശേഷം ഒരു 13 ഇയേഴ്സ് ബാക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെ ക്യാരക്ടറൊന്നും തൽക്കാലത്തേക്ക് റിലീവ് ചെയ്യുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. ചില സസ്പെൻസ് നല്ലതല്ലേ അല്ലേ? സോ വീണ്ടും ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിലും AK സന്തോഷമായിട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ DOP, ഇവൻ പ്രൊഡക്ഷൻ ഹൗസ് ബെൻസി പ്രൊഡക്ഷൻ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈവൻ അയ്യപ്പനും ഘോഷിയും എന്ന സിനിമയിൽ നിങ്ങളെല്ലാ ആൾക്കാരും ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ സന്തോഷം ഇന്നും ലഭിക്കുന്നുണ്ട്. സോ ഇനി വരുന്ന ക്യാരക്ടറിൽ കൂടി അത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. June 14 എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഈ സിനിമയെ വിജയിപ്പിക്കണം. സോ എല്ലാവരോടും നന്ദി പറയുന്നു. Thank you so much. And 1 minute of time to Sajna. Please, Sajna. ഹലോ, ഗുഡ് ഈവനിങ്. TS സുരേഷ് ബാബു സാറിൻ്റെ മൂവി ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ നമ്മളുടെ ബെൻസി പ്രൊഡക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ ക്രൂ ചെയ്തതിൽ തന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.